ഹലോ, നമുക്കിന്ന് ഡോണറ്റ് ഉണ്ടാക്കുന്ന നോക്കിയാലോ. 3/4 ഗ്ലാസ് പാലിൽ നമുക്ക് 2 ടീസ്പൂൺ പഞ്ചസാരയും അതുപോലെ 2 ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിത് ആവശ്യത്തിനുള്ള മൈദ ഇട്ടിട്ട് അതിൽ ഉപ്പ് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് അതിന് ശേഷം ഈ പാല് നമ്മൾ ഈസ്റ്റും പാലും പഞ്ചസാര ഇട്ടിട്ടില്ലേ അതൊന്ന് ചേർത്ത് കുഴച്ചെടുക്കുക. ബാക്കി പോരാത്തത് വെള്ളം ചേർത്തിട്ടും കുഴച്ചെടുക്കുക. ലാസ്റ്റ് അവസാനമായിട്ട് ബട്ടറും ചേർത്തൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നല്ലോണം പൊങ്ങി വന്നതിന് ശേഷമാണ് കേട്ടോ ഇതുപോലൊന്ന് ഉരുട്ടിയെടുക്കണം. എന്നിട്ട് നമുക്കിത് ചെറിയ ചെറിയ ബോൾസാക്കി കട്ട് ചെയ്തെടുക്കാം. വേണമെങ്കിൽ നമുക്ക് വലിയ ബോൾസാക്കിയിട്ട് പരത്തിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിതിപ്പോൾ ചെറിയ ബോൾസാക്കിയിട്ട് പരത്തിയിട്ട് കൈവച്ച് പരത്താണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് നടുക്കൊരു ഓൾസാക്കി കൊടുക്കണം. അതായത് ഇതുപോലെ ഇങ്ങനെ കൈവച്ച് പരത്തിയിട്ട് നടുക്കൊന്ന് ഓൾസാക്കിയിട്ട് എടുക്കാം കേട്ടോ. പിന്നെ നമ്മളിത് വെക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പ്ലേറ്റിൻ്റെ മുകളിൽ കുറച്ച് മൈദപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. പറ്റി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ മുകളിൽ നെയ്യ് വെച്ച് ഇങ്ങനെ ഒന്ന് തൂക്കി കൊടുക്കുക. ഇത് 15 മിനിറ്റിന് ശേഷമാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് വെക്കുന്നത്. ഇങ്ങനെ ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് ചോക്ലേറ്റ്സ് എന്ത് വേണമെങ്കിലും വെച്ച് നമുക്ക് ഡെക്കോർ ചെയ്യാം. ചോക്ലേറ്റ് വെച്ച് ഞാൻ കുറച്ചിങ്ങനെ എൻ്റെതായ ലെവലിൽ ഡെക്കോർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഡോണറ്റ് റെഡി ആയിട്ടുണ്ട്.